Friends, welcome back to our channel Wealthy Life. 22 ഫെബ്രുവരി 2021 മുതൽ 26 ഫെബ്രുവരി 2021 വരെയുള്ള ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സുകളും അതുകൂടാതെ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ചില മേജർ ഇവൻസുകളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്, സ്വിംഗ് ട്രേഡിന് ആവശ്യമായിട്ടുള്ള അഡീഷണൽ ഇൻസൈറ്റ്സ് ചാനലിൻ്റെ സൈഡിൽ നിന്നും ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. വരുന്ന ആഴ്ച മാർക്കറ്റിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഇവൻ്റാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മാർക്കറ്റിൽ കണ്ട രണ്ട് IPOകളുടെ ലിസ്റ്റിംഗ്. അതായത് PSU സെക്ടറിലെ ഒരു കമ്പനിയായ റെയിൽടെൽ കോർപ്പറേഷൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് 26 ഫെബ്രുവരി 2021 16 ഫെബ്രുവരി 2021 ആരംഭിച്ച് 18 ഫെബ്രുവരി 2021 ഈ IPO ക്ലോസ് ആയത്. 819 കോടി രൂപയുടെ ഈ IPO എക്സാക്ട്ലി ഒരു ഓഫർ ഫോർ സെയിൽ ആയിരുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി അനുസരിച്ചുള്ള ഒരു ഓഫർ ഫോർ സെയിൽ. ഈ IPOയുടെ സബ്സ്ക്രിപ്ഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ 42.4 ടൈംസ് ആയിരുന്നു ഈ IPO സബ്സ്ക്രൈബ് ആയത്. കൂടാതെ ഇതിനുള്ള ഒരു പ്രീവിയസ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, അതായത് റെയിൽടെൽ എന്ന IPOയ്ക്ക് മുൻപ് തന്നെ റെയിൽവേയുടെ മറ്റൊരു IPO ആയ IRFCയുടെ IPOയും എന്നായിരുന്നു. IRFCയുടെ IPOയിൽ കമ്പനി ഡിസ്കൗണ്ട് റേറ്റിലായിരുന്നു ലിസ്റ്റഡ് ആയത്. അതുപോലെ തന്നെ മെഡിക്കൽ ഡിവൈസ് ആൻഡ് ഹെൽത്ത് കെയർ എക്യുപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയായ ന്യൂറേക്ക എന്ന കമ്പനിയുടെ ലിസ്റ്റിങ്ങും നമ്മൾക്ക് 26 ഫെബ്രുവരി 2021 കാണാൻ സാധിക്കും. ഈ കമ്പനി അതിൻ്റെ IPO കൊണ്ടുവന്നത് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കമ്പനിയുടെ എക്സ്പാൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിനുമാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരു IPO കൂടി വരുന്നുണ്ട്. IPO 23 ഫെബ്രുവരി 2021 ആരംഭിച്ച് 25 ഫെബ്രുവരി 2021 ആരംഭിക്കുന്ന അഗ്രികൾച്ചർ കെമിക്കൽ കോമ്പൗണ്ട് മാനുഫാക്ചർ കമ്പനിയായ ഹെറൻബ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ IPOയാണ്. ഈ IPOയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ ആൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇനി മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള ചില പ്രധാനപ്പെട്ട ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കിയപ്പോൾ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനിലായി ബിയറിഷ് പാറ്റേണിൽ തന്നെയാണ്. ബിയറിഷ് പാറ്റേണിൻ്റെ റീസൺ പരിശോധിക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ് തന്നെയാണ് പ്രധാനപ്പെട്ട റീസൺ. അതായത് നമ്മൾ ലാസ്റ്റ് വീക്കിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 4408 കോടി രൂപയുടെ ബൈയിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 6283 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് മാർക്കറ്റിൽ നടത്തിയത്. അതായത് ലാസ്റ്റ് വീക്കിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് മൊമെൻറ്റമാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് മാർക്കറ്റ് ബിയറിഷ് ട്രെൻഡിലേക്ക് ആയത്. പിന്നീട് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത് മാർക്കറ്റിൽ അത്ര വലിയൊരു കറക്ഷൻ അല്ല, പകരം ഇതൊരു ഹെൽത്തി കറക്ഷനായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യാവുന്നത്. അതായത് മാർക്കറ്റിന് ലോങ് ടൈമിൽ അപ്പ് ട്രെൻഡിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഹെൽത്തി കറക്ഷൻസ് വളരെ അത്യാവശ്യമാണ്. ഇനി ഫെബ്രുവരി മാസത്തിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ 23,874 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഫെബ്രുവരി മാസത്തിൽ നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 16,638 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതുപോലെ തന്നെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റി ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ്, കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ, അതായത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള ക്വാർട്ടറിൻ്റെ GDP ഡാറ്റ വരുന്നത് 26 ഫെബ്രുവരി 2021 ഈ GDP ഡാറ്റ എക്സ്പെർട്സിൻ്റെ ഒപ്പീനിയൻ പ്രകാരം ഇതൊരു പോസിറ്റീവ് സൈൻ ആയിരിക്കും. കാരണം എക്കണോമിക് റിക്കവറിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സൈൻ ആകാനാണ് സാധ്യത. അതുപോലെ തന്നെ കമ്പനികളുടെ Q3 റിസൾട്ടും വരുന്നുണ്ട്. മേജറായിട്ടുള്ള കമ്പനികളുടെ Q3 റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് കമ്പനികളുടെ Q3 റിസൾട്ട് മാത്രമേ വരാനുള്ളൂ. അതിലെ പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഒന്ന് സനോഫി ഇന്ത്യ, സ്റ്റോവ് ക്രാഫ്റ്റ്, കൂടാതെ റെയിൻ ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികൾ ഉൾപ്പെടെ 22ഓളം കമ്പനികളുടെ Q3 റിസൾട്ടാണ് അടുത്ത ആഴ്ച വരുന്നത്. ഇപ്പോഴത്തെ കറണ്ട് സീനറിയോയിൽ പോലും മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ കൊറോണ വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻ തന്നെയാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമ്മൾ ലാസ്റ്റ് ട്രേഡിംഗ് സെഷൻ, അതായത് ഫ്രൈഡേയിലെ ട്രേഡിംഗ് സെഷനിൽ കണ്ടതാണ്. അതായത് മഹാരാഷ്ട്രയിലെ BMC COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ലോക്ക്ഡൗണിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് മാർക്കറ്റിൽ വന്നപ്പോൾ തന്നെ വോളറ്റിലിറ്റി ഇൻഡെക്സിൽ 5% ഹൈക്കും മാർക്കറ്റിൽ വളരെ വലിയ ഒരു വോളറ്റിലിറ്റിയും നമുക്ക് കാണാൻ സാധിച്ചു. കൊറോണ വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ
ഇന്ത്യയുടെ റിക്കവറി റേറ്റ് 97.27%. അതുകൂടാതെ ഡെത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ 1.42%. കണക്കുകൾ സൂചിപ്പിക്കുന്നത് 1,09,77,000 ആൾക്കാർ ആൾറെഡി ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു. അതിൽ 1,06,78,000 ആൾക്കാർ റിക്കവറിയും നേടിക്കഴിഞ്ഞു. ഇനി COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സുകൾ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര ഗവൺമെൻറ് അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ പല ഡിസ്ട്രിക്റ്റുകളിലും കർഫ്യൂ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ഡിസ്ട്രിക്റ്റുകൾ നാഗ്പൂർ, അമരാവതി തുടങ്ങിയ ഡിസ്ട്രിക്റ്റുകളാണ്. ആൾറെഡി പൂനെയിൽ ഗവൺമെൻറ് കർഫ്യൂ ഏർപ്പെടുത്തി കഴിഞ്ഞു. പൂനെയിലെ സ്കൂളുകളും കോളേജുകളുമെല്ലാം 28 ഫെബ്രുവരി വരെ അവധിയിലായിരിക്കും. ഇൻ്റർനാഷണൽ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഗ്രീസ് എന്ന രാജ്യത്ത് COVID-19 ലോക്ക്ഡൗൺ റിലേറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് COVID-19 വ്യാപനം കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് ഗ്രീസ് അതിൻ്റെ ലോക്ക്ഡൗൺ എക്സ്റ്റൻഷൻ ചെയ്തത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ലോക്ക്ഡൗൺ മാറ്റിയിട്ടുമുണ്ട്. ഇതൊക്കെയാണ് വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സുകൾ.